കഴിഞ്ഞ ദിവസം ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വയനാട്ടിലുള്ള കാറ്റുകുന്ന് എന്നുള്ളൊരു സ്ഥലത്ത് ടോവിനോ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇതറിയാത്ത എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നമുക്ക് കാറ്റുകുന്ന് വരെ പോയാലോ, അവിടെ അടിപൊളി ട്രെക്കിംഗ് സ്പോട്ട് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു വന്നപ്പം ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ വെറും 5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ്. എന്നാൽ എന്തായാലും പോയേക്കാന്ന് കരുതി. അങ്ങനെ തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് ഞങ്ങളൊരു 5-6 പേര് കൂടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇതാണ് ഞങ്ങളുടെ നാട്. ഇത് വയനാട്ടിലെ മുതക്കര എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ്. ഞങ്ങളൊരു 3 പേരൊഴിച്ച് ബാക്കി 2 അണ്ണന്മാരും അവരുടെ ഭാര്യയും കൂട്ടിയാണ് വന്നത്. എനിക്ക് എൻ്റെ ഭാര്യയെ കൂട്ടാൻ പറ്റിയില്ല, അവൾ ചെറുതായിട്ടൊന്ന് പ്രസവിച്ച് വിട്ട് കിടക്കുകയാണ്. രാവിലെ തന്നെ ഈ ഒരു ചെറിയ തണുപ്പത്ത് വയനാട്ടിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ സാറേ. എന്തായാലും ട്രക്കിങ്ങിന് പോകുന്നതാണ്. നേത്രാവതി ട്രക്കിങ്ങിന് നമ്മൾ പോയിട്ട് പെട്ടുപോയതുപോലെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 കിലോ പഴമൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ബാണാസുര സാഗർ ഡാമിലേക്ക് തിരിയുന്നതിന് മുന്നേയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് റോഡുണ്ട്. നല്ല രസമുള്ള റോഡാണിത്. ആ കാണുന്നതാണ് കാറ്റുകുന്ന്. അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ പോകുന്ന വഴിയാണ് നേരെ ബാണാസുര സാഗർ ഡാമിലേക്ക് പോകാനുള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, സ്ട്രെയിറ്റ് കാപ്പിക്കളം എന്നൊരു ടൗണിലേക്ക് വരികയാണ്. ഇതാണ് കാപ്പിക്കളം ടൗണ്. കാട്ടിക്കുളം അല്ല, കാട്ടിക്കുളം മാനന്തവാടി അപ്പുറത്താണ്. ഇത് കാപ്പിക്കളം. ഇവിടുന്ന് സ്ട്രെയിറ്റ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ബാണാസുര മീൻമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ റോഡ് വഴി നേരെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ കാപ്പിക്കളം എന്ന് പറയുന്നത്. കാരണം താഴെ ഈ ഡാം ഉള്ളതുകൊണ്ട് അതിൻ്റെ റിസർവോയർ നമുക്ക് എവിടെ മുകളിൽ കയറിയാലും കാണാൻ പറ്റും. അവിടുന്ന് നേരെ വന്ന് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തുകയാണ്. ഇവിടെയുള്ള പാർക്കിംഗ് പേ ആൻഡ് പാർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബൈക്കിന് 20 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഫോറസ്റ്റ് ഓഫീസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടവും കാണാനുണ്ട്. അവിടേക്ക് പോകാൻ വേണ്ടി 100 രൂപയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ഫുൾ ഡേ ട്രെക്ക് ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തേക്ക് മൊത്തത്തിൽ 4 പേർക്ക് 4000 രൂപയാണ് വരുന്നത്. നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആകെ ഒരു ദിവസം 75 പേരെ മാത്രമാണ് ട്രെക്കിങ്ങിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് രാവിലെ ഒരു 7 മണിക്ക് തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലോട്ട് ഫില്ലായി പോകാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് തന്നെ വലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നേരെ ട്രെക്കിങ്ങിന് പോവുകയാണ്. നമ്മളെല്ലാം കൂടി ഒരുങ്ങിപ്പിടിച്ച് വന്നപ്പോഴത്തേക്ക് 9:30 ആയി. 9:30ക്കാണ് നമ്മൾ ട്രെക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാറ്റുകുന്നിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ആകെ കയറി എത്താൻ വേണ്ടി 2 മണിക്കൂർ പോലും വേണ്ടെന്നുള്ളതാണ്. വളരെ കുറച്ച് ദൂരം ട്രെക്കിംഗ് കൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂവിലേക്ക് നമ്മൾ എത്തുന്നുള്ളതാണ്. ചാൻസ് ഇല്ലല്ലോ, ഇപ്പം വെയിലല്ലേ, പ്രവേശനമില്ല. പോവാ, ഇതെന്തിനും അടിക്കുന്ന അട്ട കയറാതിരിക്കാൻ നോക്കി. ഏറ്റവും കൂടുതൽ അവളെ നല്ല കട്ട കയറുന്നത്. അടിക്കണം, അതിന് വരുന്നില്ല. അത്ര അടുത്തൊന്നും വേണ്ട, മതി. ഇനി കാറ്റി ഫുൾ 60 FPS അവിടെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ കുറച്ച് ദൂരം ഒരു 1.5 കിലോമീറ്ററോളം ഇതേപോലെ കാടാണ്. ആ കാട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു ഏരിയയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഈ കാട് തന്നെ അതിമനോഹരമാണ്.
ഇത് നമ്മുടെ സുധിയുടെ കെട്ടിയവളാണ്. ഇവളെ കാര്യം വൻ കോമഡിയാണ്. ഇവളെ കല്യാണം കഴിച്ചങ്ങ് വന്നതേ ഉള്ളൂ തിരുവനന്തപുരത്തുനിന്ന്. അവള് ജീവിതത്തിൽ ഒരു മല കയറിയിട്ടില്ല, അവള് ചത്തില്ലാതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ അവസാനത്തെ ഫെൻസും കയറി ഉള്ളിലേക്ക് കയറുകയാണ്. ഇത് ശരിക്കും വൈകുന്നേരം 5 മണിയോടുകൂടി ചാർജ് ചെയ്യും. ഇതാണ് അല്ലു. ഇവനൊരു പ്രത്യേക കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സാനിറ്റൈസറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അട്ടയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ഇവനാണ് എന്നെ വിളിച്ച് പറഞ്ഞ സാക്ഷാൽ ശ്രീരാഗ്. ഇവനാണ് ഈ കാടും മലയെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാമെന്ന് പറയുന്നവൻ. ഇവൻ ഞങ്ങളുടെ എല്ലാം കോമൺ ഫ്രണ്ട് വിഷ്ണു. ഇവൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഫോറസ്റ്റിൽ തന്നെയാണ്. ആദ്യത്തെ കുറച്ച് ദൂരം വളരെ പതുക്കെയാണ് നമ്മൾ കയറുന്നത്. വേറൊന്നും കൊണ്ടല്ല, കൊഞ്ചുവിന് തീരെ വയ്യ. അവൾക്ക് നടക്കാൻ ഒട്ടും ആരോഗ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവളെയും ചുമന്നുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതാ വരുന്ന വരുത്ത് കണ്ടോ. എന്താ കേട്ടില്ല. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർ കണമായി ഞാൻ. അമ്മച്ചക്ക് ധീരെ വയ്യ. അങ്ങനെ ഒരു അട്ട കയറിയപ്പോഴാണ് അല്ലുവിന്റെ വെള്ളക്കഷായം പരീക്ഷിച്ചത്. സംഗതി വർക്കിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ മാർക്കറ്റ് ചെയ്താലോ. പോയി അങ്ങനെ നമ്മളെ കാട് കഴിഞ്ഞ് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കയറുകയാണ്. ഇവിടെ എത്തുന്നതോടുകൂടി നമ്മളൊരു ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്താണ്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കാറ്റുകുന്നിൻ്റെ ലാസ്റ്റ് പോയിന്റ് ശരിക്കും കാണാൻ പറ്റും. ഏത് മല കണ്ടാലും ചീരുവിൻ്റെ ദേശീയ പോസാണിത്. ആ അതാണപ്പോൾ നമ്മൾ കാണിക്കേണ്ട മല, പോണ്ട മല അല്ലേ. ഒലക്കോട്ടിന് സംഭവിക്കുന്നതാണല്ലോ. അങ്ങനെ സുധി സിനിമാറ്റിക് സ്റ്റൈലിൽ വെള്ളം കുടിക്കുകയാണ്. ഇവിടെ നടന്നു തുടങ്ങുകയാണ്. നടക്ക്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ വീണ്ടും അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. ഈ കാറ്റുകുന്ന് ട്രെക്കിങ്ങിനെ ബാണാസുര ട്രെക്കിംഗ് എന്ന് പറയും കേട്ടോ. കാരണം ഈ കാണുന്ന തന്നെയാണ് ബാണാസുര മല. അങ്ങനെ നമ്മൾ മന്ദം മന്ദം ഈ മനോഹരമായിട്ടുള്ള മലഞ്ചെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുകയാണ് നമ്മുടെ ബാണാസുര മല. മഴക്കാലത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതിലും കൂടുതൽ പച്ചപ്പുണ്ടാവുകയും ചെയ്യും. ഈ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വെള്ളവും കാണും. എങ്ങനെ നടന്നാട്ടെ. ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ 2 മലകളുടെ ഇടുക്കിലേക്കാണ് വരുന്നത്. ഇവിടുന്ന് വലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാറ്റുകുന്ന് നമ്മുടെ പോകേണ്ട വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലേക്ക് എത്താൻ പറ്റും. ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമിൻ്റെ ഒരു വൈഡ് വ്യൂ കാണാൻ പാകത്തിന് ഉള്ളൊരു സ്ഥലത്തേക്കും പോകാൻ പറ്റും. ആ സ്ഥലം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നമ്മൾ ലെഫ്റ്റിലേക്കുള്ള ഒരു കുന്ന് കയറിയിട്ട് ആ ഡാമിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണണം. കയറി പകുതി എത്തുമ്പോൾ തന്നെ അതേ കണ്ടില്ലേ, ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണിത്.
ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്ര നല്ല സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറാൻ വേണ്ടി വരുന്നത്. ആ കുന്ന് കയറി മുകളിലേക്ക് എത്തുന്നതോടുകൂടി ദാ നമ്മൾ ഇതുപോലൊരു വ്യൂവിലേക്കാണ് എത്തിച്ചേരുക. ദേ നോക്കിയേ, ബാണാസുര സാഗർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ വിശാലമായൊരു കാഴ്ച. എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ ഒരു വ്യൂ കാണാൻ. ഇവിടുന്ന് തന്നെ റിസർവോയറിലൂടെയുള്ള ബോട്ടിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആമസോൺ നദികൾ പോലെ മലകൾക്കിടയിലൂടെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് പോകുന്ന കണ്ടില്ലേ ഡാം. നല്ല കിട്ടിലൻ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ആ ഒരു കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ച് കാറ്റുകുന്ന് കയറാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള കുന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവിടെ വേറെ വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്. നമുക്ക് ആ ബാണാസുര മല ഇങ്ങനെ വിശാലമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇതാ ഇവിടെ വേറെ വ്യൂ പോയിന്റ് കൂടി വരുന്നുണ്ട്. ഇതും വേറെ ലെവലാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ ഇത് കാണാൻ. അങ്ങനെ ആ കാഴ്ചകളും കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. എന്തോ ഭാഗ്യത്തിന് നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല തെളിഞ്ഞെല്ലാം കാണാൻ പറ്റും. പക്ഷെ മിക്ക സമയത്തും ഇവിടെ മൊത്തത്തിൽ കോട വന്ന് മൂടി പോകാറാ പതിവ് കേട്ടോ. പക്ഷെ അത് വേറൊരു വൈബാണ്, വേറൊരു ഫീലിൽ നമുക്ക് ഇവിടെ വന്നിട്ട് പോകാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള ഗൈഡുകളുണ്ടല്ലോ, അവരെ കൊണ്ട് യാതൊരു ശല്യമില്ല കേട്ടോ. നമുക്ക് നല്ല ഫ്രീഡത്തിൽ അവർ നമ്മൾ ഒന്നിനും നിർബന്ധിക്കില്ല, ഒന്നും തിരക്ക് പിടിക്കത്തില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവരുടെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റും. അവർ നമ്മളെ പുറകെ ഇങ്ങനെ വന്നോളും. അല്ലാതെ നമ്മളിങ്ങനെ അവിടെ പോയി ഇവിടെ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടി അവർ ചെയ്യാറില്ല. അല്ലേ തന്നെ അവൾക്ക് വയ്യ, അവളെ കൊണ്ട് ഓടിക്കുകയാണ് സുധിൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ ആ വീഡിയോ കാണാൻ. ആ വീഡിയോ ആണ് ഈ കാണുന്നത്. നൈസ് വീഡിയോ അല്ലേ അത്. അങ്ങനെ നമ്മൾ വീണ്ടും കാറ്റുകുന്ന് ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ കൂടാതെ വേറെയും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതേപോലെ തന്നെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറും തോറും താഴേക്കുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്.
ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് ഈ കാണുന്ന ഒരു പാറയായിരുന്നു. ഈ ഒരു പാറയിൽ കയറി കുറേ നേരം അവിടെ ഇരുന്നു. ഞങ്ങൾ കുറച്ച് പഴമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പഴമൊക്കെ കഴിച്ചത് ഇതിൻ്റെ മുകളിലിരുന്നാണ്. ഇവിടെ ഇങ്ങനെ ഇനി പ്രത്യേകിച്ചൊരു വ്യൂ പോയിന്റ് ഒന്നുമില്ല. എവിടെ പോയിരുന്നാലും അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ, ആ കാണുന്ന പാറയിൽ പോയിരുന്നാലും ഏത് പാറയിൽ പോയിരുന്നാലും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുള്ളതാണ്. ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ച് പേര് തിരിച്ചിറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറാൻ പോവാണ്. ബലിക്കല്ല് പോലെ 3 പാറകൾ അവിടെ നിൽക്കുന്നുണ്ടോ? ആ മുകളിൽ കാണുന്ന ഒരു മരം ഉണ്ടല്ലോ, ആ മരം വരെയാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ആ മരം വരെയാണ് നമുക്ക് മാക്സിമം പോകാൻ വേണ്ടി പറ്റുക. അങ്ങനെ ഫൈനലി നമ്മൾ കാറ്റുകുന്നിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ വ്യൂ പോയിന്റ്. നോക്കിക്കേ, എന്തൊരു ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ആണെന്ന്. ഇത്രയും ദൂരം ഈ ട്രെക്കിംഗ് എല്ലാം ചെയ്തു വന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ താഴെ റിസർവോയറൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനുണ്ടല്ലോ, എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇവിടെ ഞങ്ങളൊരു 1.5 മണിക്കൂറോളം ഒരുപാട് പാട്ടുകളൊക്കെ, നമ്മുടെ പഴയ മലയാളം പാട്ടും ഹിന്ദി പാട്ടും തമിഴ് പാട്ടുകളൊക്കെ കേട്ട് കുറേ നേരം ഇവിടെ ഇരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗാർഡും അതേപോലെ തന്നെ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് പതുക്കെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കാറ്റുകുന്ന് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങുകയാണ്. തിരിച്ചേറെക്കുറെ താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു ഗോൾഡൻ അവർ ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി തന്നെ ദാ ഇതുപോലെ നല്ല ഒറിജിനൽ കാട്ടിൽ നിന്ന് വരുന്ന വെള്ളവും നമുക്ക് കിട്ടും കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുപ്പിയിൽ കളക്ട് ചെയ്തിട്ട് കുടിക്കലായിരുന്നു അടുത്ത പരിപാടി. നല്ല കിടിലൻ വെള്ളമാണ് കേട്ടോ. നോക്കുന്ന സത്ത ബോട്ടിലല്ലോ. എൻ്റെ വെള്ളം എൻ്റെ കുപ്പിയിലേക്ക് എൻ്റെ കുപ്പിയിലേക്ക് അനിയനോട് പറഞ്ഞു എടാ നമുക്ക് അവിടെ പോയാലേ സംഭവം നടക്കുള്ളൂ. നേരത്തേക്ക് വണ്ടി എടുത്തു
ആശ്രയമാ. ആരാ നന്നായിട്ട് വീണ് കാണിക്കുക? നിങ്ങളായിട്ട് എന്ത് പറയും? ആണോ? ആ അത് പറയും. അത് കഴിക്കാന്ന് പറയും, കാല് കഴിക്കാന്ന് പറയുന്നില്ലേ? സീലിംഗിൽ ചാടി തൊട്ടെ ഫോണിടിച്ചതുകൊണ്ട് വീട്ടിലെ സീലിംഗില്ലേ അത് ചാടി. അങ്ങനെ ലാസ്റ്റ് ആ ഒരു കാടിൻ്റെ സൈലൻസ് ഒക്കെ ആസ്വദിച്ച് ആ ഒരു സൗണ്ടൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, ഇപ്പൊ ഷാർപ്പായി. ശരിയല്ലേ? ഫ്രെയിമിന് ഭംഗി പോകുന്നു. നേരെ നടക്കും. നമ്മുടെ ബൈക്കുകളൊക്കെ സേഫായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ബൈക്ക് എടുത്തിട്ട് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. നാടെന്ന് പറയാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള 5 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിലേക്ക് പോവാണ്. ഈ കാണുന്നവരൊക്കെ മീൻമുട്ടി കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് ആ മീൻമുട്ടി കാണാൻ വേണ്ടി പോവാം. അങ്ങനെ പതിവ് പോലെ തന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് ഉടനെ പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് ഓരോരുത്തരെ വീട്ടിലേക്കായിട്ട് പോവുകയാണ്. എൻ്റെ പട്ടി വരുന്നില്ലേ? പോവല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാറ്റുകുന്നിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഈസ് മനുശങ്കർ സൈനിങ് ഓഫ്.